സായിക്ക് എന്താണ് പറ്റിയത്? മിക്കവാറും ബിഗ് ബോസ് വീട് വിടാൻ സായിക്ക് അനുവാദം കൊടുക്കുമോ ബിഗ് ബോസ്? നമുക്ക് നോക്കാം. പിന്നെ ഇവിടെ സിജോയും രതീഷും ഒന്നിച്ച് നിന്നാണ് കളിക്കാൻ പോകുന്നത്. അതെ, സിജോയും രതീഷും ജയിൽ ടാസ്ക് കൊടുക്കുമോ? 4 പേരാണ് ജയിലിലേക്ക് പോകാൻ പറഞ്ഞിരിക്കുന്നത്. സിജോ, അഭിഷേക്, ജിൻഡോ, ഗബ്രി. നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ കൺഫെഷൻ റൂമിലേക്ക് സായി വിളിക്കുകയാണ്. സായിനെ വിളിക്കുകയാണ്. സായി പറഞ്ഞിട്ട് തന്നെയാണ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചത്. സായി പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ഭയങ്കര വേദന, എക്സ്ട്രീം പെയിൻ ആണെങ്കിലേ ഞാൻ ഹോസ്പിറ്റലിൽ പോവുള്ളൂ, ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഇവിടെ വലിയ ഒരു സുഖമില്ല. കോസിക്സിലേക്ക് നടുവിൻ്റെ ആ ഭാഗമാണ്, നട്ടലിൻ്റെ ഭാഗത്താണ് ബുദ്ധിമുട്ടുകളൊക്കെ പെയിൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് എനിക്ക് ടാസ്ക് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്കൊരു പിടിയുമില്ല. പിന്നെ ഞാൻ മരിക്കാൻ പോകുന്ന അവസ്ഥയിലേ ഞാൻ ഹോസ്പിറ്റലിൽ പോകുള്ളൂ. അത്ര വേദന ഉണ്ടെങ്കിലേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ് ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന കാര്യം. പിന്നെ എനിക്ക് അത്ര പെയിൻ ഉണ്ടെങ്കിലേ ഞാൻ പറയുള്ളൂ, അല്ലാതെ ഞാൻ പറയാൻ നിൽക്കത്തില്ല എന്നൊക്കെ സായി പറയുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ് ഡോക്ടറോട് സംസാരിച്ചിട്ടുണ്ട്. വിശ്രമം ആവശ്യമാണ്, സായി വിശ്രമിച്ചോളൂ എന്ന് പറയുന്നു. എനിക്ക് നേരെ കിടക്കാൻ പറ്റത്തില്ല, കമിഴ്ന്നേ കിടക്കാൻ പറ്റൂ. പിന്നെ എനിക്ക് വിശ്രമിക്കുന്നത് എങ്ങനെയെന്ന് എനിക്ക് അറിയത്തില്ലെന്നും സായി പറയുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നത് സായിയുടെ കംഫോർട്ട് സോണിൽ സായി ഇരുന്നോളൂ, നമ്മൾ തീരുമാനം എടുക്കാതെ. അപ്പോൾ എനിക്ക് തോന്നുന്നു സായി എന്നിട്ട് ശരണ്യോട് സായി പറയുകയാണ്, എനിക്ക് പുറത്ത് എൻ്റെ പിള്ളേരെ ഞാനിവിടെ വെറുതെ ഇരുന്ന് വർത്താനം പറഞ്ഞാലും എനിക്ക് പുറത്ത് ഭയങ്കര സപ്പോർട്ടൊക്കെ കിട്ടും എന്നൊക്കെയാണ് സായി ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. പുറത്ത് എൻ്റെ പിള്ളേർ, എന്നെ ഇഷ്ടപ്പെടുന്ന പിള്ളേർ, സായിയുടെ ആസ് എ ഹ്യൂമൻ ബീയിങ് എനിക്ക് സായിയുടെ ഇത് വളരെ നല്ലൊരു മനുഷ്യനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഗെയിമർ എന്ന രീതിയിൽ സായി നമുക്ക് അവിടെ നിന്നിട്ട് വർത്താനം പറയുമ്പോഴാ നമ്മൾ എത്രമാത്രം ജനങ്ങളിലേക്ക് കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവത്തില്ല. ഒരുപക്ഷെ സായിക്ക് അത് മനസ്സിലാവുന്നുണ്ടാവില്ല. സായി വിചാരിക്കുന്നുണ്ടാവും സായി ഭയങ്കര ലൗഡായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ടെന്ന് സായി വിചാരിക്കുന്നുണ്ട്. പക്ഷേ അതറിയുന്നില്ല സായി വളരെ സായിയായിട്ടാണ് നിൽക്കുന്നത്. എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. അപ്പം സായി വിചാരിക്കുന്നത് സായി ഭയങ്കരമായ രീതിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ സായി പറയുന്നുണ്ടോ, എൻ്റെ പിള്ളേർ, പുറത്തുള്ള പിള്ളേർ എന്നെ ഇഷ്ടപ്പെട്ട് എത്ര എന്ത് വേണമെങ്കിലും എനിക്ക് വേണ്ടി ചെയ്യും. പക്ഷേ അവർക്കറിയില്ലല്ലോ ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ വേറൊരാളുടെ പ്ലേസ് ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല. എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഞാൻ വേറൊരാളുടെ ചാൻസ് കളയാൻ പാടില്ല എന്നൊക്കെ സായി പറയുന്നു. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു സായിക്ക് അവിടെ നിൽക്കാൻ പറയുന്നുണ്ട്. 2-3 ആഴ്ച റെസ്റ്റൊക്കെ പറയുകയാണെങ്കിൽ മിക്കവാറും വാക്കൗട്ട് ചെയ്യാനുള്ള ചാൻസുകളാണ് ഞാൻ സായിയിൽ കാണുന്നത്. സായി മെൻ്റലിയും പുള്ളിക്കാരന് വലിയ താല്പര്യം എനിക്ക് തോന്നുന്നില്ല, എനിക്ക് അറിയത്തില്ല. ബട്ട് അവിടെ ബാക്കിയുള്ളവർ നിൽക്കുന്നതിൻ്റെ അത്ര എഫേർട്ട് സായിക്ക് ഇടുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. സത്യം പറയാം, എനിക്ക് തോന്നിയിട്ടില്ല. ആ ഒരു എനിക്ക് നിൽക്കണം, എനിക്ക് വേണം എന്നുള്ളൊരു സംഭവം സായിക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് പറയാം, സായി അങ്ങനെ അവിടെ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്, എൻ്റെ ഒരു അഭിപ്രായമാണ്. അല്ലാതെ സായി ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ടിട്ട് വർത്താനം പറയുന്നതിലും എല്ലാത്തിനെയും കടത്തി വെട്ടിയൊക്കെ നിന്നിരുന്നെങ്കിൽ നമുക്ക് ഓക്കെ. ബട്ട് സായിക്ക് കാണുമ്പോഴേ നമുക്ക് സായി ഭയങ്കര ഒരു വീക്കായിട്ട് ഫീൽ ചെയ്യുന്നു. ഇനി അടുത്തത് ജയിൽ നോമിനേഷനാണ്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ, സിജോയും രതീഷും ഒന്നിച്ചാണ് കളിക്കുന്നത്. ഇപ്പം അത് എന്താണെന്ന് എനിക്കറിയില്ല. നല്ല രീതിയിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കളിയിൽ, ഗെയിമിനകത്തും. സിജോ ഇവിടെ രതീഷിൻ്റെ കാര്യം എടുത്തിടുന്നു, മൊത്തം ചർച്ച ചെയ്യുന്നു. രതീഷ് ഒന്നിനും കൊള്ളാത്തവൻ, അയാളെ ഒരു കണ്ടന്റ് ക്വാളിറ്റി ഇല്ലാത്തവനാണ്, തരം താഴ്ന്ന രീതിയിലാണ് അയാളുടെ ഗെയിം എന്നൊക്കെ ഗബ്രിയെ കൊണ്ട് തന്നെ പറയിക്കുന്നു. പല കാര്യങ്ങളും സിജോ അവിടെ രതീഷിന് വേണ്ടി ചെയ്യുന്നുണ്ട്, രതീഷ് സിജോയ്ക്കും വേണ്ടിയിട്ടും ചെയ്യുന്നുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്ത് കളിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. പിന്നെ സിജോ ഫയർ അല്ല എന്ന് പറയുന്നു. എനിക്ക് സിജോയിൽ ഒരു ചെറിയ സ്പാർക്ക് എനിക്ക് കാണുന്നുണ്ട്. സിജോ കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, സത്യം. സിജോ അങ്ങനെ തീരെ ഒന്നും കളിക്കാതിരിക്കുന്നതായിട്ട് തോന്നുന്നില്ല. എനിക്ക് സിജോ സായിനെക്കാട്ടിയും കളിക്കാൻ ശ്രമിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. നല്ല രീതിയിൽ എഫേർട്ട് ഇടുന്നുണ്ട്. തീരെ നമ്മൾ അമഞ്ഞു പോയി, ഫയർ ഇല്ല, ഒന്നുമില്ല. പിന്നെ സിജോ കൂടുതൽ ഇങ്ങനെ വർത്താനം പറയുമ്പോഴാണ് നമുക്ക് ആ വർത്താനം പറയുന്നതിൻ്റെ അനുസരിച്ച് സിജോ കളിക്കുന്നില്ല. സിജോ ഈ ഓവറായിട്ട് വർത്താനം പറയുമ്പോഴാണ് നമുക്ക് ഇതെന്തോ ഇത്രയും കാണിക്കുന്നില്ലല്ലോ എന്ന്. വർത്താനം പറയാതെ ഇരുന്നിട്ട് ആക്ടിവിറ്റി ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായേനെ. അല്ലാണ്ട് ഒരുപാട് വർത്താനം പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ചെറിയ ശതമാനം ചെയ്യുമ്പോഴാണ് നമുക്ക് ഒന്നും ഇല്ലല്ലോ എന്ന് തോന്നുന്നത്. ആളാവുന്നു, ഗെയിം ഭയങ്കര വലിയ വർത്താനം പറയുന്നു തോന്നുന്നു. പക്ഷെ സിജോ ഇപ്പോൾ രതീഷുമായിട്ട് ചേർന്ന് കളിക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഒട്ടും സജീവമല്ലാത്ത, ഒന്നിനും ഇടപെടാത്ത 4 പേരെ വേണം ജയിലിലേക്ക് വിടാനെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ജയിൽ ടാസ്ക് കൊടുക്കും അവർക്ക്. ജയിൽ ടാസ്ക് കൊടുത്തിട്ടായിരിക്കും മിക്കവാറും അവരെ കളിപ്പിക്കുന്നത്. അതിന് 2 പേരായിരിക്കും പോകുന്നത്. 2 പേര് പവർ റൂമിൽ നിന്ന് പറയണം, 2 പേര് അവർ പറയണം. എനിക്ക് ഇഷ്ടപ്പെട്ടു പവർ റൂം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എല്ലാവരും കയറി ജിൻഡോയിലും ഗബ്രിയിലും പിടിക്കുമായിരുന്നു. അതെ, എല്ലാവരും ഇവിടെ സേഫ് കളിക്കും. അവിടെ മിണ്ടാതെ നിന്ന് സേഫ് ഗെയിം കളിക്കുന്ന ആൾക്കാരുടെയോ കളിക്കാത്ത ആൾക്കാരുടെയോ പേരുകൾ പറയില്ലായിരുന്നു. അതുകൊണ്ട് പവർ ടീം ജിൻഡോയുടെയും ഗബ്രിയുടെയും പേര് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഇവിടെ അൻസിബ വന്ന് റസ്മിൻ്റെ ഇവരൊന്നും പേര് പറയൂലായിരുന്നു.
റസ്മിൻ്റെ ഇന്ന് നോറേനെ നന്നായിട്ട് നോറയുടെ ഗെയിം എക്സ്പോസ് ചെയ്തു കേട്ടോ ഒരുപാട് പേര്. നോറ ശരിക്കും പറഞ്ഞാൽ അവിടെ വിക്ടിം കാർഡും കളിക്കുന്നുണ്ട്, ഗെയിം കളിക്കുന്നുണ്ട്, അത് വിക്ടിം കാർഡാണ്. പക്ഷെ നോറ ടാസ്കിൽ ഭയങ്കര ഒരു ഫെയിലിയറാണ്. എന്നിട്ട് പുള്ളിക്കാരി പറയും എന്നെ ഒതുക്കാൻ നോക്കുന്നത്. അത് സ്മാർട്ട് മൂവാണ്, പക്ഷെ അത് ഫെയിലായി, പ്രേക്ഷകരിലേക്ക് എത്തി. ഗബ്രീനെ അൻസിബ റസ്മിനെയാണ് പറയുന്നത് എനർജി ഇല്ല, സിജോ ഫയർ ഒന്നും അല്ല, അത് മനഃപൂർവ്വം സിജോനെ കെടുത്താൻ വേണ്ടി ചെയ്യുന്നതാണ്. അഭിഷേക് സിജോനെ പറയുന്നു സെയിം സംഭവം. പിന്നെ അത് കഴിഞ്ഞിട്ട് അൻസിബേനെ പറയുന്നു, കറക്റ്റ് തന്നെയാണ്. അൻസിബയ്ക്ക് ആസ് എ ക്യാരക്ടർ, ഒരു വ്യക്തി എന്ന നിലയിലാണ് അൻസിബ അവിടെ നിൽക്കുന്നത്. ഒരു ഗെയിമർ എന്ന നിലയിൽ അൻസിബേനെ ഞാൻ കണ്ടിട്ടില്ല. ജിൻഡോ ഇവിടെ അർജുനെ പറയുന്നുണ്ട്, അർജുൻ എന്നെ അറ്റാക്ക് ചെയ്തു എന്നാണ് പറയുന്നത് സിജോനെയും. പിന്നെ അത് കഴിഞ്ഞിട്ട് നോറ ഇവിടെ അർജുനെയും അപ്സരേനെയാണ് പറയുന്നത്. ശരിയാണ്, അർജുൻ്റെ ഗെയിം കുറച്ച് നന്നായിട്ട് വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുറച്ചും കൂടെ പുള്ളിക്കാരെ തുറന്നു വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ശ്രീതു ഇവിടെ അഭിഷേകിൻ്റെ പേര് പറയുന്നു, അപ്സരയുടെ പേര്. അഭിഷേക് അടുത്ത ആഴ്ച തൊട്ട് ബെറ്റർ ആവാൻ ചാൻസ് ഉണ്ട്. അപ്സര ഭയങ്കരമായിട്ട് താഴ്ന്നു പോയതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഋഷി അപ്സരയൊക്കെ ഒറ്റയ്ക്ക് കളിച്ചാലും നല്ലതാവുള്ളൂ കേട്ടോ. ഋഷി അഭിഷേകിൻ്റെ പേരും അപ്സരയുടെ പേരും. ജാസ്മിൻ അഭിഷേകിൻ്റെ പേര് പറയുന്നു നോറ ഇവിടെ വളരെ കമ്പാരിറ്റീവ്ലി വളരെ വീക്കാണ്. എപ്പോഴും എന്താ ഉദ്ദേശിക്കുന്നത് അറിയുന്നില്ല, ടാസ്കിൽ ഒട്ടും കോൺഫിഡൻ്റ് ഇല്ല. വളരെ കറക്റ്റാണ് ജാസ്മിൻ പറഞ്ഞത്, ടാസ്കിൽ എഫേർട്ട് ഇടുന്നില്ല, കറക്റ്റാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് അപ്സര വന്നിട്ട് നോറയുടെ കാര്യം. നോറ ആകെ കൂടെ ഇഷ്ടപ്പെടുന്നത് തനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ, വ്യക്തിയെ കീറി ഒട്ടിക്കുന്നത് കാണുമ്പോൾ മാത്രമാണ്. അല്ലാണ്ട് ടാസ്കിൽ ആ കുട്ടി ഒന്നും ചെയ്യുന്നില്ല, അത് വളരെ കറക്റ്റാണ്. ഇന്നലത്തെ ആ ഒരു സംഭവം ജിൻഡോൻ്റെ കൂടെ കൊടുത്തതിൽ ആ കുട്ടി ഒന്നും ചെയ്തിട്ടില്ല, അത് വളരെ കറക്റ്റാണ്. ഗബ്രി നോറെ തന്നെയാണ്, ഒട്ടും ആക്റ്റീവ് അല്ല, അർഹതയില്ല, ക്വാളിറ്റി ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്ത് യോഗ്യനല്ല എന്നൊക്കെ പറഞ്ഞു. യോഗ്യത എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി തന്നെയല്ലേ. അപ്പോൾ പിന്നെ ലാലേട്ടൻ ക്വാളിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞു, അപ്പോൾ ഇതും ക്വാളിറ്റി തന്നെയല്ലേ. പോട്ടെ. അപ്പം നോറ എന്നെ സംസാരത്തിൽ ഒന്നുമില്ല, പരിതാപകരമായ അവസ്ഥയാണ്, ജയിക്കണമെന്ന ആഗ്രഹമില്ല. ശരിയാണ്, പക്ഷെ നോറ വേറെ രീതിയിലാണ് കളിക്കുന്നത്. നോറയുടെ ഗെയിം മൊത്തം വിക്ടിം ഗെയിമാണ്. ഇപ്പം നോക്കിയാൽ മാറി ഇരുന്നിട്ട് ചിലപ്പം കരയുന്നുണ്ടാവും, അല്ലെങ്കിൽ റസ്മിനെ പിടിച്ചേച്ച് 10 വർത്താനം പറയും. എഫേർട്ട് ഇടുന്നില്ല, വളരെ വീക്കാണ്, ജയിക്കണമെന്ന ആഗ്രഹമില്ല, കോൺഫിഡൻസ് ഇല്ല. പിന്നെ പറഞ്ഞ അർജുൻ ഇന്നലെ ചെയ്ത എന്ത് ആക്റ്റാണ് എനിക്കറിയില്ല. ജാസ്മിനോട് വല്ലതും ചെയ്തതാണോ? അപ്പോൾ അർജുൻ ഇവിടെ അഭിഷേകിൻ്റെയും റസ്മിൻ്റെയും പേര് പറയുന്നുണ്ട്. സിജോ ഇവിടെ അൻസിബയുടെ പേര് പറയുന്നുണ്ട്. വ്യക്തിത്വം മാത്രമാണ്, കറക്റ്റാണ് സിജോ പറഞ്ഞത്, ഗെയിമർ എന്ന രീതിയിലില്ല, വ്യക്തിത്വം മാത്രമാണ്. റസ്മിൻ ഭാഗ്യം കൊണ്ട് മാത്രം ഇവിടെ നിൽക്കുന്ന വ്യക്തിയാണ്, വളരെ കറക്റ്റാണ് പറഞ്ഞത്. 75% ഇപ്പോൾ അവിടെ നിൽക്കുന്നത് ഭാഗ്യത്തിലാണ്. റസ്മിൻ അഭിഷേകിൻ്റെയും സിജോയുടെയും പേര് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ശരണ്യയോട് പോയി ചോദിക്കുന്നുണ്ട്, എന്തേ ശരണ്യ നിനക്ക് ജയിലിൽ പോകണ്ടേ? അയ്യോ എനിക്ക് ജയിലിൽ പോകാൻ ആഗ്രഹമില്ല. ശരണ്യക്ക് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഗെയിം എന്താണെന്ന് പോലും ശരണ്യക്ക് അറിയാത്ത പോലെ ചില സമയത്ത് എനിക്ക് തോന്നും കേട്ടോ. സത്യമായിട്ടും ശരണ്യ അത് കാണാത്തതാണോ, അത് പഠിക്കാത്തതാണോ, അത് മനസ്സിലാക്കാത്തതാണോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് ശരണ്യ ബിഗ് ബോസ് ഗെയിമിൻ്റെ ട്രാക്കിലല്ല, വേറെ ഏതോ ട്രാക്കിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയാണ് മെയിൻ കാര്യങ്ങൾ. അപ്പോൾ ടോട്ടലി അഭിഷേക്, സിജോ, ഗബ്രി, ജിൻഡോ ഇവർ 4 പേരാണ് ജയിലിലേക്ക് പോകാൻ വേണ്ടി സെലക്ട് ചെയ്തേക്കുന്നത്. ഇവർ തമ്മിലൊരു മാച്ച് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇവരെ 4 പേരെ വിടും, അല്ലെങ്കിൽ ഇവർക്ക് ജയിൽ ടാസ്ക് കൊടുക്കാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. നമുക്ക് നോക്കാം എങ്ങനെ പോകുന്നുള്ളത്. സിജോ രതീഷും ഇവിടെ ഒന്നിച്ച് കളിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. രതീഷും ഒന്ന് പറയാണ്, പിന്നെ നിന്നെ അല്ലേ തീപ്പൊരി ഇല്ലെന്ന് പറയണത്, അതും ഈ റസ്മിൻ ഇവളെന്ത് തീപ്പൊരി എവിടെ ഇട്ടിട്ടുള്ളത്, ഒന്നും കളിച്ചിട്ടില്ല, വെറും ഭാഗ്യം കൊണ്ട് മാത്രം ഇവിടെ നിൽക്കുന്ന കുട്ടി എന്നാണ് 2 പേരും പറയുന്നത്. പിന്നെ ഇവിടെ പവർ റൂമിൽ ആരെയൊക്കെ എടുക്കും എന്നുള്ള കാര്യം ശരണ്യ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സിജോയുടെ അടുത്ത്. നീ എങ്ങനെ അറിഞ്ഞത്? ഞാനുണ്ടോ പവർ ടീമിൽ? അറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ശരണ്യ ഉള്ളതായിട്ട്. സത്യം പറഞ്ഞാൽ ഈ പ്ലാൻ പൊളിച്ചടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ വീക്ക് പ്ലേയേഴ്സ് സ്ട്രോങ് പ്ലേയേഴ്സ് അത് വേണ്ട. ഒന്നെങ്കിൽ വീക്ക് പ്ലേയേഴ്സ് പുറത്ത് നിൽക്കട്ടെ, സ്ട്രോങ് പ്ലേയേഴ്സ് പവർ ടീമിൽ കയറട്ടെ, എന്നിട്ട് വേണം 2-3 എണ്ണത്തിനെ കളയാൻ. സത്യം ഈ പ്ലാൻ പൊളിച്ചടുക്കി കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ബിഗ് ബോസ് ഈ പ്ലാൻ പൊളിച്ചടുക്കി കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സത്യം പറഞ്ഞാൽ പവർ റൂം എന്തിനാണ്? എൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ പവർ റൂമിൽ നിന്ന് എൻ്റർടൈൻമെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന, എൻ്റർടൈൻമെൻറ്റ് പ്ലസ് ഫൺ പ്ലസ് ഗെയിം, ഇത് 3ഉം കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരെ പവർ റൂമിൽ കയറണം. അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഇടയിൽ ഒരു പോൾ വെക്കുക, പവർ റൂമിൽ ആരൊക്കെ കയറണം എന്നുള്ളത് അവർ പറഞ്ഞോളും. അങ്ങനെ ചെയ്യുക അല്ലേ? അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.